അവിടുന്ന് ഒരു ദിവസത്തെ അധ്വാന ഫലമായിട്ട് അത് പുറത്തിറക്കുന്നു, അതുമായിട്ട് വരുന്നു. പക്ഷേ അത് പിന്നീട് മമ്മൂക്കയിലേക്ക് പോയില്ല. ആ ക്യാമറ എൻ്റേതായി മാറുകയായിരുന്നു. ആ ക്യാമറ കയ്യിലേക്ക് കിട്ടിയ ആ ദിവസങ്ങൾ മുതലാണ് ശരിക്കും അവിടുന്ന് ഒരു മാസത്തിനകം ഞാൻ നേപ്പാളിലേക്ക് ക്യാമറയുമായിട്ട് യാത്ര ചെയ്തത്. കാരണം അക്കാലത്ത് യുമാറ്റിക്കും ഡിവി ക്യാമൊക്കെ ഉള്ള കാലത്ത് 6-7 ആളെയും കൂട്ടി ലോകയാത്ര നടത്തി സഞ്ചാരം പോലൊരു പരിപാടി ഉണ്ടാക്കുക അസാധ്യമാണ്, സ്വപ്നം കാണാൻ പറ്റില്ല. പക്ഷെ ഡിവി ക്യാം വളരെ കോമ്പാക്റ്റ് ആയ ക്യാമറ ആയിരുന്നുകൊണ്ടും എനിക്ക് തന്നെ ഇതെല്ലാം ചെയ്യാമായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് നടന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞാനിവിടെ എത്താൻ കാരണം 2 പേരോടുള്ള നന്ദി സൂചകമായിട്ടാണ്. ഒന്ന്, ഈ രംഗത്തേക്ക് പിച്ച വെച്ച് നടന്ന ഒരു കാലത്ത് എന്നെ ഏറെ സഹായിച്ച, എന്നെ നയിച്ച ഷൗക്കത്തിനോട്, ഒപ്പം അദൃശ്യമായി അതിന് പ്രേരണയായ, അതിന് കളമൊരുക്കിയ മമ്മൂക്കയോടുള്ള നന്ദി. ആ സഞ്ചാരമാണ് പിന്നീട് സഫായി എന്ന ചാനലായി മാറിയത്, എൻ്റെ ഈ ദൗത്യക്കെല്ലാം കാരണമായത്. അപ്പോൾ അദ്ദേഹത്തോട് മറ്റൊരു നന്ദി കൂടി പറയാറുണ്ട്. അദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, ഇപ്പം എൻ്റെ അടുത്ത് ചോദിച്ചാൽ ആദ്യം കാണുകയല്ലേ, നല്ല എൻ്റെ പിതാവ് അങ്ങയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചപ്പോൾ അങ്ങയെ കാണാൻ ഗുരുവായൂർ ഒരു എലൈറ്റ് ഹോട്ടലിൽ അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കാൻ എൻ്റെ പിതാവ് വന്ന കൂടെ ഒരു വിദ്യാർത്ഥിയായിരുന്ന ഞാനും വന്നിട്ടുണ്ട്. ചമയങ്ങളില്ലാതെ എന്ന മമ്മൂക്കയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചത് ഞങ്ങളായിരുന്നു, എൻ്റെ പിതാവായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ബന്ധങ്ങളുടെ ഓർമ്മ പുതുക്കൽ കൂടിയാണ്. ഈ ശിവയുടെ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം.